ഒരു മാല എടുത്താലോ? അങ്ങനെ നമ്മുടെ പാലക്കാട് ജോസ്കോയിലേക്ക് പോയി. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മളെ പാലക്കാടുള്ള ജ്വല്ലറി. കാരണം ഞാൻ എപ്പോൾ വന്നാലും അങ്ങോട്ടാണ് പോവുക. ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ നല്ല ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത്, നല്ല ടയേർഡാണ്. പിന്നെ ഹെയറൊക്കെ ഫുള്ള് കാറ്റിലൊക്കെ പോയി അടിച്ച് അയ്യോ ഭയങ്കര ടയേർഡായി. എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അവർ ചോദിച്ചു എന്തിനാ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കാരണം നമ്മളെ പാലക്കാട് അത്രയും ചൂടല്ലേ, അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ അറിയാൻ പറ്റും റെഡ് കളർ ഡോട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് കൊണ്ടിട്ട് എൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്, അങ്ങനെ വന്നതായിരുന്നു. സോ എനിക്ക് ഈ മാലയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവിടെ ഓരോ തവണ പോകുമ്പോഴും പുതിയ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്ത് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ഗ്രീൻ കളർ റെഡ് കളർ അതെല്ലാം. ഇതിലൊരു 18 പവനാണ് വരുന്നത്. സോ ഇത് നമ്മൾ ഒരു മാലയായിട്ട് കഴുത്തിലിടേണ്ടി വരും, കാരണം നമുക്ക് ലെയർ ആയിട്ട് താഴേക്ക് ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഈ പിങ്ക് കളർ, എനിക്ക് ഈ കളറിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ജ്വല്ലറിയുടെ കളർ. പക്ഷെ എനിക്ക് ഈ കളർ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ നോക്കി. ഇനി അടുത്തത് വെയിലത്ത് പോകാൻ പ്ലാൻ ഉള്ളത് ഒരു ഷൂട്ടിനാണ്. ആ ഷൂട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും കഴിഞ്ഞിട്ട് വേണം ഇനി ഈ ലീവൊക്കെ ഒന്ന് കഴിഞ്ഞ് തിരിച്ച് ഫ്ലൈയിങ്ങിലേക്ക് പോകാനായിട്ട്. എന്തായാലും ഇത്തവണ ജോസ്കോയിൽ വന്നത് നഷ്ടമായില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 2 വർഷം മുമ്പ് ഇതേ സെയിം ജ്വല്ലറിയിൽ നിന്ന് എടുത്ത കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ ഇതുപോലത്തെ കുറേ എണ്ണം ആക്കാൻ തീരുമാനിച്ച്. കാരണം അതൊക്കെ നമ്മൾ കേരള സ്റ്റൈൽ ഗോൾഡ് അങ്ങനത്തെ ആയിരുന്നു, ഒരു യെല്ലോ കളർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മയ്ക്ക് കുറച്ച് വളയൊക്കെ എടുത്തു. അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഭയങ്കര ടയേർഡായിപ്പോയി. ഓക്കെ ബൈ.